ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ റോക്കറ്റ്, അതായത് എയർ പ്രഷർ റോക്കറ്റ്. നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല, പുതിയ ടൈപ്പ് റോക്കറ്റാണ്. അപ്പം അതെന്ന് വെച്ചാൽ എയർ പ്രഷർ അടിച്ചറച്ച് എയർ പ്രഷർ കൊണ്ട് പോകുന്ന റോക്കറ്റാണ്, ബോട്ടിൽ റോക്കറ്റാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്കിതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. പിന്നെ നമുക്കിതേപോലെ ഒരു 3 മരക്കഷ്ണം, അതായത് കമ്പ് സ്റ്റിക്ക് വേണം. അതിനുശേഷം നമ്മൾ ഫുട്ബോളിലൊക്കെ കല്ലടിക്കുന്ന ഒരു നീഡിൽ വേണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു കോർക്കിൻ്റെ അടിവശം വേണം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ടേപ്പ് വേണം. ഇനി നമുക്ക് നമ്മുടെ റോക്കറ്റിൻ്റെ സ്റ്റാൻഡ് പണി തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആ ടേപ്പ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് രണ്ട് വട്ടം റോൾ ചെയ്തെടുക്കണം. ഒന്ന് രണ്ട് വട്ടം റോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രിപ്പ് കൂടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പ് അതിനകത്ത് തന്നെ ഫിക്സ് ആയിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കത് ഇതേപോലെ നമ്മുടെ ഭാഗത്തോട്ടിരിക്കണം നമ്മുടെ കമ്പുകൾ ഓരോന്നും. നമുക്ക് അങ്ങനെ വേണം തിരിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്പ് വെച്ച് സെറ്റാക്കി ഒരു റോള് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത കമ്പ് വെച്ച് കൊടുക്കാം. മൂന്ന് തരത്തിലായിട്ടിരിക്കണം. അല്ലെ നമ്മൾ റോക്കറ്റിൻ്റെ ഒരു ലോഞ്ചിങ് പോലെ റോക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കുപ്പി ഇങ്ങനെ തലരിഞ്ഞ് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു കമ്പുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. ഇച്ചിരി സ്പീഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ സമയം കളയാതെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ 3 കമ്പ് ഇതേപോലെ അലൈൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ടേപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മണ്ടയ്ക്കൂടൊക്കെ കയറ്റി 3-4 വട്ടം ഒന്ന് നല്ല റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ആപ്റ്റായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇതേപോലെ ഒന്ന് കയറ്റി ചുറ്റിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഫുൾ സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്കത് ഇതേപോലെ നിൽക്കണം. നമ്മുടെ റോക്കറ്റ് ഇതേപോലെ നിൽക്കണം. അതിനുശേഷം നമ്മുടെ കോർക്ക് എടുത്തതിന് ശേഷം കോർക്കിൻ്റെ നടുക്കൂടെ സെൻറ്ററിൽ കൂടെ ആ മുകൾ ഭാഗത്തിൽ കൂടെ ആ കോർത്തിരിക്കുന്ന ഭാഗത്തിൽ കൂടെ നീഡിൽ നല്ല കുത്തി ഇറക്കിയാൽ മതി. നീഡിൽ കുത്തി ഇറക്കിയാൽ തന്നെ ഒരു ഹോൾ ഉണ്ടായി വരും. അല്ല പ്രത്യേകിച്ച് ഹോളൊന്നും ഇടണ്ട. അതിനുശേഷം നമ്മൾ ആ വെച്ച നീഡിൽ തിരിച്ചു വെക്കണം, തറയിൽ വെക്കണം. ഹോളിടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എയർപോർട്ട് കൊണ്ടുപോയത്. പിന്നെ തറയിൽ വെക്കണം. തറ ഇതേപോലെ വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ സെറ്റായിട്ട് വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ സെറ്റായിട്ട് ഒടിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു ഫെവിക്വിക്ക് എടുക്കണം. ഫെവിക്വിക്ക് വെച്ച് നമുക്ക് മൊത്തം ഒന്ന് ഒടിച്ചെടുക്കണം. ഫുൾ എയർ ടൈറ്റ് ആയിട്ടിരിക്കണം. ഒരിക്കലും എയർ വെളിയിൽ പോകല്ലേ. ഫുൾ എയർ ടൈറ്റ് ആയിട്ടിരിക്കണം, എയർ വെളിയിൽ പോകല്ലേ. ഇനി നമുക്ക് നമ്മളെ ഈ കുപ്പിയുടെ ഒരു ഇത്രത്തോളം ഭാഗം വെള്ളം നിറയ്ക്കണം. അതായത് 1/3 ഭാഗം വെള്ളം നമ്മൾ നിറച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ്. നമ്മളൊരു 1/3 ഭാഗം വെള്ളം നിറച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ വെള്ളം നിറച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ കോർക്ക് നീഡിലും കൂടെ എടുത്ത് വെച്ച് കൊടുക്കണം. നമ്മൾ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണം, തിരികെ ഇറക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കത്തേക്ക് നമ്മുടെ പമ്പ് വെച്ച് ഒന്ന് കാറ്റടിച്ചെടുക്കണം. പമ്പ് വെച്ച് നമ്മുടെ പമ്പ് നീഡിലേക്ക് ഹുക്കാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ പമ്പ് ഹുക്കാക്കാൻ പോവുകയാണ്. നമ്മുടെ ആ പമ്പ് എടുത്തിട്ട് ഈ നീഡിലിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യണം. നമ്മുടെ ആ ക്ലിപ്പ് ഇട്ടാൽ മതി, അപ്പോൾ ഇതിന് ടൈറ്റ് ആയിരുന്നോളും. അങ്ങനെ നമ്മുടെ റോക്കറ്റിൻ്റെ അവസാന പണിയും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക, ലോഞ്ച് ചെയ്യാൻ. നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം കാറ്റടിക്കുകയാണ്. കാറ്റടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു 10 മീറ്ററോളം മേപ്പോട്ട് പോകും. അത് ഹൈ സ്പീഡിലാണ് പോകുന്നത്. ഇത് എയർ പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ബോട്ടിൽ എക്സീഡഡ് പ്രഷറായി മാറിയിട്ട് കോർക്ക് താപ്പോട്ട് തള്ളുന്നതാണ് ഇവിടെ നടക്കുന്നത്. സ്ലോ മോഷൻ വീഡിയോ ഒക്കെ കാണാം, നിങ്ങൾക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാം ഹൈ പ്രഷറിലാണ് മേപ്പോട്ട് പോകുന്നത്. ഇങ്ങനെ നമ്മൾ പോയത് അങ്ങ് മണ്ടയ്ക്ക് പോയി. അതാണ് ഈ കാണുന്നത്. മച്ചാമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ബോട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നു? കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നല്ല കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പല വ്യൂവേഴ്സും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ മാഹിൻ സൈനിങ് ഔട്ട്.